പിന്നെ ഭാരമില്ലാത്ത ജോലി ഏതാ ഉള്ളത് മാധു? മാധു ചെയ്യുന്ന ജോലിക്ക് സമ്മർദ്ദമില്ലേ? ഞാൻ ചെയ്യുന്ന ജോലി വക്കീൽ പണിയാണ്, അതിന് സമ്മർദ്ദം ഉണ്ടല്ലോ. 8 മണിക്കൂർ ജോലി ചെയ്താൽ തന്നെ ഇത് സുഖമായി ചെയ്യും. പകൽ സമയത്ത് ഇറങ്ങിയാൽ ഇത് കൊടുത്തു പോകാം. ഞാനിവിടെ ഇതൊക്കെ കാണുന്നുണ്ട്, അവരൊക്കെ സുഖമായി ഇത് കൊടുത്തു പോകുന്നുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ പറയണം. കോൾ എ സ്പേഡ് എ സ്പേഡ്. ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഈ നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ശിക്ഷാ നടപടിക്ക് വിധേയമാകും എന്നുള്ള സമ്മർദ്ദം ചെലുത്തി ഒക്കെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് നടത്തിച്ചു പോകാമെന്നുള്ളതിൽ ഒരു മനുഷ്യവിരുദ്ധതയുണ്ട്. അങ്ങനെയാണോ ജനാധിപത്യപരമായി ജനാധിപത്യ പ്രക്രിയ നടപ്പിലാക്കേണ്ടത്? ആരാ ഭീഷണിപ്പെടുത്തിയേ? CPM അല്ലേ ഭീഷണിപ്പെടുത്തിയേ? ഞങ്ങളെ പാർട്ടി പ്രവർത്തകർ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യനെ CPMകാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. BLA സ്കാൻ അക്കമ്പനി BLO ഡ്യൂരിങ് SIR എന്നാണ്. ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക്, രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് BLOനെ കൂടെ പോകാം SIR സമയത്തെന്നാണ് നിയമം പറയുന്നത്. കോൺഗ്രസിന്റെ BLAക്ക് എന്താ പോയിക്കൂടാ? കോൺഗ്രസിന്റെ BLAക്ക് എന്താ പോയിക്കൂടാ? അയാൾക്ക് പോവാം, അക്കമ്പനി ചെയ്യാം, അതിന് ഭീഷണിപ്പെടുത്തുക. ഈ ആത്മഹത്യക്ക് ഉത്തരവാദി ഈ CPM ആണ്. ഞങ്ങളെ കണ്ണൂരിലെ പ്രവർത്തകർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. 26,000 ബൂത്ത് ലെവൽ ഏജന്റുമാർ കേരളത്തിലുണ്ട്. കണ്ണൂർ ജില്ലാ കലക്ടർ പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് അരുൺ വിജയ്. കണ്ണൂർ ജില്ലാ കലക്ടർ BJPന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ല, പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്താണ്? ഒരു സമ്മർദ്ദവും ഇല്ല അദ്ദേഹത്തിന്. 91.1% വർക്ക് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഒരു സമ്മർദ്ദവുമില്ല. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യുന്ന ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. പോലീസ് ഉണ്ട്, പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ആരാ പോലീസ്? ആരുടെ പോലീസാ? നരേന്ദ്രമോദിയുടെ പോലീസാ? കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. CPM ഭരിക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനം പറഞ്ഞിട്ടുണ്ട്, ഒരു ജോലി പരമായ സമ്മർദ്ദവും ഇല്ല. ഇത് CPM ഭീഷണി കാരണം ആത്മഹത്യ ചെയ്താണ്. അതായത് കോൺഗ്രസിന്റെ BLAയെ കൂടെ കൊണ്ടുപോയതിനാണ് ഭീഷണിപ്പെടുത്തിയത്. അതെന്താ? കോൺഗ്രസിന്റെ BLAക്ക് കൂടെ പോയിക്കൂടാ? നിയമം പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ BLAമാർക്ക് അക്കമ്പനി ചെയ്യാമെന്നാണ്. ഈ കണ്ണൂർ ജില്ലയിൽ CPMന്റെ ഒരു ചെങ്കോട്ടയാണ് ഈ സ്ഥലം. ചെങ്കോട്ടയാണ്. ഇവിടെ CPM വിചാരിക്കുന്നത് നടക്കുള്ളൂ. വേറെയും ചില ഭീഷണി ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ഈ പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് പുറത്തുവിട്ട്. എന്താ കാരണം എന്നറിയോ? ഇതെങ്ങാ പറഞ്ഞാൽ ശവസംസ്കാരം ഞങ്ങൾ തടയുന്നാ പറഞ്ഞത്. ഇതെങ്ങാ പുറത്തു വിട്ടാൽ ശവസംസ്കാരം തടയുന്നാ പറഞ്ഞത്. ആ കുടുംബം പേടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് DCC പ്രസിഡന്റ് 5 മണിക്ക് ശേഷം 5 മണിക്കാണ് ഈ പത്രസമ്മേളനം നടത്തിയത്. കാരണം 3 മണിയാകുമ്പോഴേക്ക് ശവസംസ്കാരം നടന്നു. ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ BJP പ്രവർത്തകർ ഞങ്ങളോട് പറഞ്ഞതാ. നിങ്ങൾ അങ്ങനെ തെളിഞ്ഞ വെള്ളത്തിലൊന്നും നിൽക്കല്ല മാർക്സിസ്റ്റുകാരാ. നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ എന്തൊക്കെയാ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉത്തരവാദിയാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് CPM ആണ്. അവിടുത്തെ പ്രാദേശിക CPM നേതൃത്വം നടത്തിയ ഭീഷണിയുടെ രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ശരി, ഈ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട BJPയുടെ ആരോപണം അതാണ്. ഞാൻ ശ്രീ വി പി ശ്രീപത്മനാഭൻ ആ വിഷയത്തിലേക്ക് സ്വാഭാവികമായും വരുമെന്ന് പറഞ്ഞിരുന്നു. അതിനു മുൻപ് ഞാൻ പക്ഷെ അങ്ങയോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ ഇപ്പൊ അങ്ങ് പറയുന്നു യാതൊരുവിധ ജോലി സമ്മർദ്ദവും ഇല്ല എന്ന് അരുൺ വിജയൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇതിലൊരു BLO ഈ തൊഴിൽ സാഹചര്യത്തെ കുറിച്ച് പരാതി പറയുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. ജോലി സമ്മർദ്ദം BLOമാർക്ക് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അവരിന്ന് സംസ്ഥാന വ്യാപകമായി അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് രാപകലില്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി യാതൊരു മനുഷ്യാവകാശവും ഇല്ലാതെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് പണിയെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അവർക്ക് തൊഴിലവകാശങ്ങളുണ്ട്, അവർക്ക് 8 മണിക്കൂർ ജോലി എന്ന് പറയുന്ന അവകാശമുണ്ട്. അതൊന്നും പരിഗണിക്കപ്പെടാതെ ഈ സമ്മർദ്ദം, അതിന് പിന്നാലെ പുറമേയുള്ള രാഷ്ട്രീയ സമ്മർദ്ദം സ്വാഭാവികമായും അത് നമ്മൾ ചർച്ച ചെയ്യുന്നുമുണ്ട്. പക്ഷെ ആ സമ്മർദ്ദം, തൊഴിൽ സമ്മർദ്ദം അവർക്ക് അനുഭവിക്കേണ്ടതുണ്ടോ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇന്നലെ BLO വന്നിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായി ഇവിടെ വന്ന് ഇവിടുത്തെ ഞങ്ങളെ 2 ഫോമും വാങ്ങിപ്പോയി. ഞങ്ങളത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. ഒരു കുഴപ്പമില്ല. എൻ്റെ തൊട്ടടുത്ത ബൂത്തിലെ BLOനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായി ബൈക്കിൽ അവിടെ ഫോം വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. BLOമാരെ ഉപദ്രവിക്കാൻ പോകണ്ട, അവരവരെ പണിയെടുത്തോളൂ.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരെ സഹായിച്ചു കൊടുക്കുക. ഈ 26,000 BLOമാരുണ്ട് കേരളത്തിൽ. ആരാ ആത്മഹത്യ ചെയ്ത്? ഒരാൾ മാത്രം ആത്മഹത്യ ചെയ്ത്. അങ്ങോരുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുക. നിങ്ങൾ സഹായിക്കാൻ പറ്റൂലെങ്കിൽ ഉപദ്രവിക്കരുത് ദയവ് ചെയ്തിട്ട്. അവരവരെ പണിയെടുത്തോളൂ. സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് സാധിക്കും. അത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് പറ്റില്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകണ്ട. ശ്രീ പത്മനാഭൻ, സ്വാഭാവികമായും ഈ അനീഷ് ജോർജിന് ഭീഷണിയുണ്ടെന്ന് അനീഷ് ജോർജ് തന്നെ പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ എതിർത്തുകൊണ്ടേ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ അങ്ങയുടെ വീടിനടുത്തുള്ള BLOയ്ക്ക് ഭീഷണിയില്ല, അദ്ദേഹത്തിന് ബൈക്കിൽ ഈ ഫോം വിതരണം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സാഹചര്യമല്ല എല്ലായിടത്തും ഉള്ളത്. ഈ കാര്യത്തിൽ പറയുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷനുമായി സഹകരിച്ച് വേണം ഫോം വിതരണം ചെയ്യാൻ എന്നൊക്കെ. എല്ലായിടത്തും ഉണ്ടോ? ഈ പറയുന്ന ഈ ഭൂപ്രകൃതി അടക്കം ഇവരുടെ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരു ബൂത്തിന്റെ പ്രാദേശികമായ പ്രത്യേകതകളോ ഭൂമിശാസ്ത്രപരമായ കിടപ്പോ പരിശോധിക്കാതെ ഒരു ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ജീവനക്കാരി പരമാവധി 50 ഫോമുകൾ മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള ഇടങ്ങളുണ്ട്. അവിടെ പോലും 200-300 ഫോമുകൾ വിതരണം ചെയ്യണമെന്ന് പറയുന്ന യാതൊരു ശാസ്ത്രീയമായ സാഹചര്യവും ഇല്ലാത്തതുപോലെ ഇപ്പൊ VP ശ്രീപത്മനാഭൻ കോഴിക്കോട് ടൗണിൽ ജീവിക്കുന്ന സാഹചര്യത്തിലായിരിക്കില്ല മറ്റൊരിടത്ത് ഒരു മലയോര മേഖലയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടങ്ങളിലുള്ളത്. അവിടെയും ഈ ടാർഗറ്റ് ഉണ്ടെന്നേ. ഞാൻ മലയോര മേഖല ഞാൻ ടൗണിലൊന്നും അല്ല ജീവിക്കുന്നത്. ഉള്ളേരി പഞ്ചായത്തിലെ നല്ല നാട്ടും പ്രദേശത്താണ്. എൻ്റെ ബൂത്ത് എന്ന് പറഞ്ഞാൽ 1-2 കിലോമീറ്റർ കറങ്ങണം എന്നാലേ എത്തുള്ളൂ. 137-ാം ബൂത്ത് 1-2 കിലോമീറ്റർ കറങ്ങിയാലേ എല്ലാ വീടിലും എത്തുള്ളൂ. കുന്നുകളുണ്ട്, തൊട്ടടുത്ത ബൂത്തിലും കുന്നുകളുണ്ട്. ഇവിടെയൊക്കെ ഇവർ പോകുന്നുണ്ട്. ഞാൻ അവർക്ക് ജോലി ഭാരമില്ല എന്നൊന്നും പറയുന്നില്ല. പിന്നെ ഭാരമില്ലാത്ത ജോലി ഏതാ ഉള്ളത്? മാധു ചെയ്യുന്ന ജോലിക്ക് സമ്മർദ്ദമില്ലേ? ഞാൻ ചെയ്യുന്ന ജോലി വക്കീൽപ്പണിയാണ്. സമ്മർദ്ദം ഉണ്ടല്ലോ. സമ്മർദ്ദമില്ലാത്ത ഒരു ജോലി കാണിച്ചു എന്നുള്ളതാണ്. രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ 10 മണി വരെ അവർക്ക് പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഒരു വനിത, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ആ വനിത പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇടത്തിരുന്ന് വളരെ സ്വാഭാവികമായി അവർക്ക് ജോലി സമ്മർദ്ദമില്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് വിടും. സമ്മർദ്ദമില്ലാത്ത ഒരു ജോലി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ എന്റെ ഇപ്പോഴത്തെ പണി ഉപേക്ഷിച്ച് അതിന് പോവാം. സമ്മർദ്ദമില്ലാത്ത ഒരു പണി കേരളത്തിലില്ല, ലോകത്തില്ല. പരിമിതിയുണ്ടല്ലോ, ഒരു പരിധിയുണ്ടല്ലോ. 8 മണിക്കൂർ ജോലി എന്ന് പറയുന്ന ഒരു അവകാശമല്ലേ? അതിന് സാധിക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ? 8 മണിക്കൂർ ജോലി ചെയ്താൽ തന്നെ ഇത് സുഖമായി ചെയ്യും. പകൽ സമയത്ത് ഇറങ്ങിയാൽ ഇത് കൊടുത്തു പോകാം. ഞാനിവിടെ ഇതൊക്കെ കാണുന്നുണ്ട്. അവരൊക്കെ സുഖമായി ഇത് കൊടുത്തു പോകുന്നുണ്ട്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അങ്ങനെ തന്നെ പറയണം. കോൾ എ സ്പെയ്ഡ്. നമ്മൾ ഇതിന് വേറെ വിഷയങ്ങളൊന്നും എടുത്തിടണ്ട. കേരളത്തിൽ ഒരു ആത്മഹത്യ നടന്നത് അത് ഇവരുടെ ഭീഷണി കൊണ്ട് മാത്രമാണ്. ഇവർ മാത്രമാണ് ഉത്തരവാദി. ശരി.